പൂട്ടാ, നീ എന്റെ ആൾക്കാരെ തല്ലി ഓടിച്ചു. നിനക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്നും എനിക്കറിയാം. നീ കള്ളനാണെങ്കിൽ ഞാൻ പെരുങ്കള്ളനാടാ ചെറ്റേ. കോഴിക്കാടാ, ഞാൻ ആഹാരം കഴിക്കുന്നത് വായിക്കൂടാ. ആസനത്തിലൂടെ അന്നമറക്കുന്ന നീ എന്തിനാടാ എന്റെ ആശുപത്രിയിൽ വന്നത് തെണ്ടി? എടാ എമ്പോക്കി, ഞാൻ കോണവും കൊടുത്ത് നടക്കുന്ന കാലത്ത് നീ ഉണ്ടായിട്ടില്ല. എന്നോടാണോ നീ? ഇനിയും നിന്നെ വേഷത്തിൽ എന്നടത്തിക്ക. അപ്പൊ എന്റെ അരയില് പുളിയിലക്കര മുണ്ടായിരിക്കൂടാ പുല്ലേ. എടാ നിന്നെ ഞാൻ അപ്പൂട്ടാ, ശരീരം നോക്കണം. എന്തുണ്ടെങ്കിലും നമ്പ്യാരെ അറിയിക്കണം. ഞാനുണ്ട് കൂടെ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എന്നാ പോട്ടെ മോനെ. ഓ ശരി ശരി ശരി. രാമൻകുട്ടിയെ, കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? സാമാന്യം തെറ്റില്ലാതെ പോകുന്നു. അയ്യോ രൗണ്യത, വൈകുന്നേരം അപ്പൂട്ടിന് കണക്ക് കൊടുക്കേണ്ടതാ. വിട്. എന്റെ മോള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ആരെയാണ് കണക്ക് കൊടുത്ത് ബോധ്യപ്പെടുത്തുന്നത്? ഇങ്ങോട്ട് തരുന്നുണ്ടോ? വിടാൻ. ഇത് രാവുണ്ണിക്ക് തയ്ക്കുന്ന കാശാ. പോടാ. പോകാവോടോ? പോവാം. അപ്പൂട്ടിനെപ്പോ നോക്കിയാൽ ആശുപത്രിയിലാണല്ലോ. അതത്ര ശരിയല്ല, എനിക്കിഷ്ടമല്ല. എന്തായിരുന്നു അച്യുതൻ നമ്പ്യാരുമായ ഒരു വർത്തമാനം? ഒരു കുശലാന്വേഷണം. ഞാനും നമ്പ്യാരും വലിയ സുഹൃത്തുക്കളാ. ആ, ക്ഷേമാന്വേഷണം കുറച്ചൊക്കെ ഞാനും കേട്ടു. ഇപ്പൊ വേദനയുണ്ടോ? അയ്യോ, ഭയങ്കര വേദനയാ. ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും കിടക്കേണ്ടി വരുമല്ലേ? അത് നിശ്ചയിക്കേണ്ടത് രോഗിയില്ലല്ലോ. ഇപ്പൊ അപ്പൂട്ടന് ഒരു കുഴപ്പമില്ല. എന്തിനാ ഇങ്ങനെ വഴക്കം തല്ലൊക്കെ ഉണ്ടാക്കുന്നത്? ഞാൻ ആരോടും വഴക്കം തല്ലൊന്നും ഉണ്ടാക്കാറില്ല. ഇങ്ങോട്ട് വന്ന എന്താ ചെയ്യാ? അതൊക്കെ നിർത്തണം. അപ്പൂട്ടൻ ഒരു കുടുംബജീവിതം ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താ, ശരിയല്ലേ? ശരിയാണ്. ഇനി അതങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. നീട്ടരുതെന്നാ ഞാനും പറയുന്നേ. എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായാലും ദോഷങ്ങളെ സമൂഹം ശ്രദ്ധിക്കൂ. എത്ര സ്വത്തുണ്ടായാലും കുടിയും തല്ലുമൊക്കെ ഉണ്ടെന്ന് കേട്ടാ ഏത് പെൺകുട്ടി ഒന്ന് അറയ്ക്കും. അതുകൊണ്ടാ ജീവിതം ഇങ്ങനെ വൈകുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞാ അപ്പൂട്ടൻ അനുസരിക്കോ? എന്നാ എനിക്ക് വാക്ക് തരണം. ഇനി കുടിക്കാനും തല്ലുകൂടാനും പോവരുത്. പോവോ? ഇല്ല. സത്യം? സത്യം.